റേഡിയോയാണ് ഗാനങ്ങളുമായുള്ള ഗാഢമായ സൗഹൃദത്തിന് കാരണം. ഗാനങ്ങളുടെ ശില്പികളുടെയും ഗായകരുടെയും വിവരണത്തോടെ കേട്ടിരുന്ന പാട്ടുകൾ. ഉദയഗീതം പലപ്പോഴും തുടങ്ങിയിരുന്നത് പുഷ്പാഞ്ജലിയിലെ ഭക്തിഗാനങ്ങളോടെയായിരുന്നു. കാലമേറെ കഴിഞ്ഞിട്ടും അതിന്റെ പുതുമ മങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു ഭക്തിഗാനം ഏറെ തവണ കേട്ടത് 2020 കോവിഡ് കാലത്ത് കേട്ട ഹരിനാരായണൻ എഴുതി കല്ലറ ഗോപൻ ഈണമിട്ട നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ എന്ന ഗാനമായിരുന്നു. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. പിന്നീട് എത്രയോ തവണ അത് കേട്ടു. ജയചന്ദ്രന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഓരോ വാക്കിനും കൊടുക്കുന്ന ഭാവം അത്രയേറെ പ്രിയമായിരുന്നു. ജീവിതത്തിലും ഏകാന്ത യാത്രകൾക്ക് തുണയായിരുന്നു. എന്നിട്ടും 80കളുടെ പകുതി കഴിഞ്ഞ് കുറേ കാലം സിനിമയിൽ സജീവമായിരുന്നില്ല. പിന്നീട് കമലിന്റെ നിറത്തിൽ, വിദ്യാസാഗറിന്റെ ഈണത്തിൽ പ്രായം തമ്മിൽ മോഹം തമ്മിൽ പാടി സംസ്ഥാന അവാർഡും ജയേന്ദ്രൻ നേടുകയുണ്ടായി. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ. രണ്ടാം വരവിൽ യുവത്വത്തിന്റെ കാമുക സ്വരമായി ഏറെ ഗാനങ്ങൾ പാടി. നന്ദനത്തിലെ സുജാതമായുള്ള ആരും ആരും എന്തൊരു ഊർജമാണ് പ്രസരിപ്പിക്കുന്നത്. യുഗ്മഗാനം പാടുമ്പോൾ കൂടെ പാടുന്ന ഗായികയുമായി ഇത്രമാത്രം ഇഴകിച്ചേർന്ന സ്വരം ഉൾക്കടലിലെ ശരദിന്ദു മലർദ്വീപം തൊട്ട് എന്തുമെന്നെ മൊയ്തീനിലെ ശാരദാംബരം വരെ എത്തിയിട്ടും ആ കാമുക ഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. പാട്ടുകൾക്ക് വേറിട്ടൊരു മുറിയൊരുക്കി ഈ തലമുറയെ മോഹിപ്പിച്ച ഗായക. ആ പാട്ടുകൾക്ക് മരണമില്ല.